അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും വിളിച്ചു പറയുന്ന ഒരു പ്രയാസമാണ്. തങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്തില്ല, കുടുംബജീവിതത്തിൽ തങ്ങളെ ഐശ്വര്യമില്ല, ഒരു ബർക്കത്തില്ല, എൻ്റെയും ഇക്കയുടെയും ഇടയിൽ ഒരു ഐക്യമില്ല, ഞങ്ങളുടെ കുടുംബത്തിലൊരു ഐക്യമില്ല, തങ്ങളെ എപ്പോഴും പ്രയാസങ്ങളാണ്, ഒരു മനസ്സമാധാനമില്ല, എപ്പോഴും വഴക്കും തർക്കവുമാണ് തങ്ങളെ എന്ന് ധാരാളം ആളുകൾ വിളിച്ച് സങ്കടം പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ഞങ്ങൾ എന്താണ് തങ്ങളെ ചെയ്യേണ്ടത്? അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ദിക്ർ പറഞ്ഞു തരുമോ? ഒരു അമല് പറഞ്ഞു തരുമോ? എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ. അള്ളാഹു ഉപകരിക്കുന്ന, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന വീഡിയോ ആക്കി നമ്മളെ വീഡിയോ അള്ളാഹു മാറ്റുമാറാകട്ടെ. ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഇൻഷാ അല്ലാഹ് മജ്ലിസുകൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം അവർക്കൊക്കെ വേണ്ടി കൂട്ടമായി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഈ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുന്നവർ, വിളിച്ചു പറയും, ദുആ വസിയത്ത് ചെയ്യുന്നവർ, അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ആമീന് വേണ്ടിയാണ്. ഈ ഓൺലൈൻ മജ്ലിസുകളിലൂടെ നമ്മൾ ദുആ ചെയ്യും. എത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ, ഒരു ആബിദായ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളുടെ ആമീൻ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആ മുതലായില്ലേ? നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം മുതലായി, നമ്മൾ കാണുന്ന ഓരോ വീഡിയോയും മുതലായി. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ഓരോരുത്തരുടെ ഉദ്ദേശങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന അമലുകൾ മനസ്സുറപ്പിച്ച് ആത്മാർത്ഥതയോടുകൂടി ഹൃദയം തട്ടിയിട്ട് നിങ്ങൾ ചൊല്ലണം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറയുന്ന അമല് ചെയ്താൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രയാസമോ, ഒരു പരിവട്ടണമോ, ഒരു ദുഃഖമോ, ഒരു വിരഹമോ, ഒരു പ്രയാസമോ ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഈ അമൽ നിങ്ങൾ എടുത്തോളൂ, ഈ ആയത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബജീവിതത്തിലൊരു പ്രയാസമോ ഒരു പ്രശ്നമോ ഉണ്ടാവില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? കുടുംബ റാഹത്താവണം. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ഭാര്യ അവിടെ ഉണ്ടാവണം. അല്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അടിയും കച്ചറയും വിരഹവും പ്രശ്നവും തർക്കവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലാൻ പോലും പ്രയാസമാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ കയറി ചെല്ലാൻ പ്രയാസമാണ്. ഭാര്യ നല്ല സ്നേഹിക്കുന്ന, ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്ന ഭാര്യയായി മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്തരം ഭാര്യമാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കുറേ ധാരാളം ഉമ്മമാർ ദുആ കൊണ്ട് വസിയത്ത് നടത്തിയിട്ടുണ്ട്. അള്ളാഹുവെ, ഒരു ഉമ്മാക്കും അള്ളാഹുവെ പ്രയാസം കൊടുക്കല്ലേ, അവരുടെ കുടുംബജീവിതത്തിൽ പ്രയാസം കൊടുക്കല്ലേ, അവരുടെ മക്കൾ അള്ളാഹുവെ നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ, അവരുടെ മക്കളെ അള്ളാഹുവെ നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. എന്താണ് അമല്? തങ്ങളെ എന്താണ് ഞങ്ങൾ ചൊല്ലേണ്ടത്? അതായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. നിങ്ങൾ സൂറത്തുൽ റൂമിലെ 21-ാമത്തെ ആയത്ത്, നിങ്ങൾ സൂറത്തുൽ റൂമിലെ 21-ാമത്തെ ആയത്ത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 21-ാമത്തെ ആയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ഓതുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 41 പ്രാവശ്യം, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 41 പ്രാവശ്യം നിങ്ങൾ ഒരു ദിവസം വിടാതെ 41 ദിവസം നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐക്യമാണ്, തങ്ങളെ ഉഷാറാണ്, തങ്ങൾ പറഞ്ഞു തന്ന അമല് ഞങ്ങൾ ചെയ്തു, തങ്ങളെ ഉഷാറാണെന്നുള്ള വാർത്തയുമായിട്ടായിരിക്കും നിങ്ങളെ വിളിച്ചു പറയുക. ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തവരുണ്ട്. ഈ സെറ്റിങ്സിനും ഈ കാര്യത്തിന് വേണ്ടിയൊക്കെ സംഭാവനകൾ ചെയ്തവരുണ്ട്. തമ്പുരാനെ, അർഹമുർ റഹീമിനായ അല്ലാഹുവരെ കൊയക്കല തമ്പുരാനെ, അവർക്ക് രോഗങ്ങൾ കൊടുക്കല തമ്പുരാനെ. ഞങ്ങളെ ഉപ്പൂപ്പ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് ജാബർക്കത്തോട് തമ്പുരാനെ അവർക്ക്
ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ, ഇത്തരം പ്രയാസങ്ങൾ അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ ഉപ്പാപ്പ ജമലുലൈലി പാപ്പാൻ്റെ ഹക്ക് ജാബർക്കും ധാരാളം ആളുകൾ അല്ലാഹുവേ ഉപ്പാപ്പയുടെ മേൽ സംഭാവനകൾ ചെയ്തവരുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ ഉപ്പാപ്പ ജമലുലൈലി പാപ്പാൻ്റെ ഹക്ക് ജാബർക്കത്തുള്ള തമ്പുരാനെ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, രോഗങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, കുടുംബത്തിൽ പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, കുടുംബത്തിൽ പ്രതിസന്ധികൾ കൊടുക്കല്ല അല്ലാഹ്. അതാണ് ഇൻഷാ അല്ലാഹ്, ഈ അമലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ അമൽ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സമാധാനമാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് സമാധാനത്തോടു കൂടി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണം. ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്ത് പുഞ്ചിരി വിടരണം. അല്ലാതെ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറയും, ഭർത്താവ് അതിനപ്പുറത്ത് പറയും, പിന്നെ ഭർത്താവിന് തോന്നും എന്തിനാ ഞാൻ ആ വീട്ടിൽ പോകുന്നില്ല, അവളെ മുഖം കാണാൻ വയ്യ, അവളെ മുഖം കാണേണ്ടി വരും, വയ്യ എനിക്ക് വീട്ടിൽ പോകണില്ല. അങ്ങനത്തെ ഒരു വീടായി നമ്മൾ വീട് മാറിക്കഴിഞ്ഞാൽ പ്രയാസമാണ്. പിന്നെ കുറേ ആളുകൾ വിളിച്ച് പറയാറുണ്ട്, മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ തമ്മാടികളും റൗഡികളും ആകാതിരിക്കാൻ തങ്ങളെ ദുആ ചെയ്യണം. മക്കൾ തമ്മാടികളെ കൂട്ടത്തിലാണ്, മക്കൾ ലഹരിക്കടിമപ്പെട്ടിരിക്കുകയാണ്, തങ്ങൾ അതിൽ നിന്ന് മോചിതനാവാൻ തങ്ങൾ ദുആ ചെയ്യണം. എങ്ങനെയാണ് മക്കൾ ലഹരിക്കടിമപ്പെടാതിരിക്കുക? നമ്മളൊക്കെ മദ്രസകളിൽ പഠിക്കുമ്പോൾ 1, 2 പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ തെറിവാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്, സ്കൂളിൽ നിന്നാണോ? അപ്പോൾ മോൻ പറയും, ചെറിയ പൈതൽ കുട്ടി പറയും, ഇതൊക്കെ എൻ്റെ ഒപ്പച്ചിൻ്റെ അമ്മച്ചിനെ വിളിക്കലുണ്ടല്ലോ, അത് ഞാൻ കേൾക്കുന്നതാണ്. അവർ ഈ വീടുകളിൽ നിന്നാണ് അതൊക്കെ പഠിച്ചു വരുന്നത്. അപ്പം നമ്മൾ ഭയക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മളെ മക്കളെ നന്നാവുക? നമ്മളാദ്യം നമ്മളെ കുടിലിൽ നമ്മളൊരു ഐക്യം, ഒരു കെട്ടുറപ്പുണ്ടാക്കണം. അതിന് നമ്മൾ ചൊല്ലേണ്ടതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്. ഞങ്ങളിതുവരെക്കും നല്ലതായിരുന്നു, ഞങ്ങളെ നല്ല പോലെ സ്നേഹിച്ചിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ അകൽച്ച, ഇക്കയുടെയും എൻ്റെ ഇടയിൽ അകൽച്ച വന്നു. തങ്ങളെ എന്താണ് പ്രയാസം? അത് സിഹ്റ് സംബന്ധമായിട്ടാണോ, അല്ലെങ്കിൽ പൈശാചിക സംബന്ധമായിട്ട് കണ്ണേറുപരമായിട്ടാണോ എന്ന് ചിലർ സങ്കടങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ദാമ്പത്യ ജീവിതത്തിലെ സിഹ്റ് എന്ന് പറയുന്നൊരു വീഡിയോ. അത് പോയി കാണാം. അപ്പോൾ സിഹ്റ്, ഈ വിഷയത്തിലും സിഹ്റ്, സാഹചര്യങ്ങളെ സിഹ്റ് സംഭവിക്കാം. നമ്മളെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ സ്നേഹം കണ്ടിട്ട്, ഇക്കയുടെയും എൻ്റെ സ്നേഹം കണ്ടിട്ട് കുടുംബത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ അയൽവാസിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നാവാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നാവാം. അവൻ്റെ ജീവിതം കണ്ടിട്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് അസൂയാലുക്കൾ ചെയ്തു വെച്ചതാവാം. അങ്ങനെയും വരാം. അല്ലാതെ പല പ്രയാസങ്ങളെ കൊണ്ടും കുടുംബജീവിതത്തിൽ തകരാറുകൾ സംഭവിക്കാം. അതൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അമൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പിന്നെ കലഹം ഉണ്ടാവില്ല, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും സിഹർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് കോൺടാക്റ്റ് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അവർക്ക് സിഹർ സംബന്ധി അവരെ കണക്കൊക്കെ നോക്കി, അവരെ പ്രയാസങ്ങൾ നോക്കി, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിവരങ്ങൾ അറിയിക്കാം. അതൊന്നും ഒരു പ്രയാസമില്ല. ഇൻഷാ അല്ലാഹ് ഈ അമൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഇത് മാറിയിട്ടില്ലെങ്കിൽ ആ പ്രതിസന്ധി മാറിയിട്ടില്ലെങ്കിൽ സിഹറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് നോക്കാം, ഒരു പ്രയാസമില്ല. അള്ളാഹുവേ, നമ്മളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ, ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട്. തമ്പുരാനെ അവരെ പ്രയാസത്തിലാക്കല തമ്പുരാനെ, അവരെ കൊയക്കല തമ്പുരാനെ. തങ്ങൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പോയി വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് തമ്പുരാനെ. അവരെ ഈ പ്രയാസത്തിലാക്കല തമ്പുരാനെ, അവരെ ബുദ്ധിമുട്ടിലാക്കല തമ്പുരാനെ. ഞങ്ങളൊരു കുടുംബം പോലെയാണ്. ഞങ്ങൾ ഈ മജ്ലിസിലുള്ളവരൊക്കെ ഒരു കുടുംബം പോലെയാണ്, തങ്ങളെ കുടുംബം പോലെയാണ്, സയ്യിദിയും കുടുംബം പോലെയാണ്. അല്ലാഹുവേ, ഈ സയ്യിദിയും കുടുംബത്തിന് ഈ പ്രയാസത്തിലാക്കല തമ്പുരാനെ. അഷ്റഫുൽ അഹ്ൽക്ക് ഉപ്പൂപ്പ അഷ്റഫുൽ അഹ്ൽക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ഈ സയ്യിദിയും മജ്ലിസിലെ കുടുംബത്തെ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇവരൊക്കെ തങ്ങൾ പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ ആ അമലുകൾ സ്വീകരിക്കുന്നവരാണ്, ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കുന്നവരാണ് തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലായി, അവിടുത്തെ അമ്പിയാക്കളെ പൊരുത്തത്തിലായി, സലഫ് സ്വാലിഹീങ്ങളെ പൊരുത്തത്തിലായി, ആബിദീങ്ങളെ പൊരുത്തത്തിലായി, മുസന്നിഫീങ്ങളെ പൊരുത്തത്തിലായി, മുഫസ്സിരീങ്ങളെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മൺമറഞ്ഞു പോയ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പൊരുത്തത്തിലായി ജീവിക്കുന്നവരാണ് തമ്പുരാൻ. അവരെ പ്രയാസത്തിലാക്കല തമ്പുരാൻ, അവർക്ക് രോഗങ്ങൾ കൊടുക്കല തമ്പുരാൻ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല തമ്പുരാനെ. കുറേ ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, കാൽമുട്ട് വേദന, ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ്, അങ്ങനെ പല ജാതി രോഗങ്ങളായി പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവേ, അവർക്ക് നീ രോഗങ്ങൾ
കൊടുത്തവരെ പരീക്ഷിക്കല്ല തമ്പുരാനെ. ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളുണ്ട് തമ്പുരാനെ. അള്ളാഹുവേ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. നീയാണ് ഷാഫിയ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. തങ്ങൾ ഉംറക്ക് പോകുന്ന സമയത്ത് അള്ളാഹ് തങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്, വിളിച്ചു പറഞ്ഞവരുണ്ട് തമ്പുരാനെ. മഖബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അള്ളാഹുവെ അവർക്ക് തൗഫീഖ് കൊടുക്കണേ. അല്ലാഹ് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ഷരീഫിൽ ഒന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞുകൊണ്ട് ഉമ്മ പെറ്റ കൽബ് പോലെ മടങ്ങി വരാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് കൊടുക്കണേ. അല്ലാഹ് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പൈശാചികമായ പ്രയാസം കാരണം എന്നെ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ. അവിടെ എല്ലാ പൈശാചികമായ ഉപദ്രവവും ഉപ്പൂപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് തങ്ങൾ തമ്പുരാനെ നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. നീ ബാത്തിലാക്കി കളയണേ അല്ലാഹ്, നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ. ധാരാളം വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ധാരാളം കോളുകൾ വരാറുണ്ട് തമ്പുരാനെ. അള്ളാഹു എന്ത് പ്രയാസപ്പെട്ടാണെങ്കിലും തമ്പുരാനെ അള്ളാഹുവെ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. മജ്ലിസിലേക്ക് സംഭാവന ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ പ്രയാസത്തിലായിട്ടല്ല തമ്പുരാനെ, അവർക്ക് നീ ബുദ്ധിമുട്ട് കൊടുക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമായ അല്ലാഹ് ധാരാളം രോഗികളുണ്ട് അല്ലാഹുവേ. ഒരാൾക്ക് ഈ മജ്ലിസ് കാണുന്ന ഒരാൾക്കും അല്ലാഹുവേ ക്യാൻസർ കൊടുക്കല്ല അല്ലാഹ്, ട്യൂമർ കൊടുക്കല്ല തമ്പുരാനെ, അറ്റാക്ക് കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ലിവർ സംബന്ധമായ രോഗികളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. കരൾ സംബന്ധമായ രോഗികളുണ്ട് തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഹൃദയം സംബന്ധമായ രോഗികളുണ്ട് തമ്പുരാനെ, നീയാണ് ഷാഫിയോ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. മുട്ടുവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ, ഇബാദത്തിന് പോലും തടസ്സമുള്ള ആളുകളുണ്ട് അല്ലാഹ്, നീയാണ് ഷാഫിയോ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഈ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹുവേ. ഒരാൾക്കും നീ കാലുവേദന കൊടുക്കല്ലേ അല്ലാഹ്, കാലുവേദന ഉള്ളവർക്ക് അല്ലാഹുവേ നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഡിസ്കിന്റെ പ്രയാസമായി ധാരാളം ആളുകളുണ്ട് അല്ലാഹുവേ. ഒരാൾക്കും നീ അത്തരം പ്രയാസങ്ങൾ കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. ധാരാളം വർഷമായി തങ്ങളെ തലവേദനയാണ്, തലവേദനയിൽ പ്രയാസമാണ് തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണം അല്ലാഹുവേ. ആ തലവേദന നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അത്തരം തലവേദന അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ, ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. ട്യൂമർ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. ബ്ലഡ് ക്യാൻസർ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ, പരീക്ഷിക്കല്ല തമ്പുരാനെ. യൂറിക് ആസിഡിന്റെ പ്രയാസം വന്ന് കെണുപ്പുകളിൽ അല്ലാഹുവേ വേദനയുള്ളവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ നീയാണ് ഷാഫിയ തമ്പുരാനെ, നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. തൈറോയിഡിന്റെ പ്രയാസമുള്ളവരുണ്ട് അല്ലാഹ്, അത്തരം രോഗങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. രോഗങ്ങൾ ഉള്ളവർക്ക് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ അല്ലാഹുവേ ആമീൻ പറയുന്നവരുണ്ട് അല്ലാഹ്. ഒരു പ്രവാസി നീ പ്രയാസത്തിലായിത്തല്ലേ അല്ലാഹ്, പ്രതിസന്ധിയിലായിത്തല്ലേ തമ്പുരാനെ. അവരുടെ ജോലി അല്ലാഹുവേ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, അവരുടെ ജോലി അല്ലാഹുവേ നിഅമത്തും ബർക്കത്തും ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കൊടുക്കണേ തമ്പുരാനെ, കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രവാസിയെ നീ കൊയക്കല തമ്പുരാനെ, അവിടുന്ന് മരിച്ച് പെട്ടിയിലാക്കി നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിന് സയ്യിദിയ മജ്ലിസിന് നെഞ്ചോട് ചേർക്കുന്ന പ്രവാസികൾക്ക് കൊടുക്കല്ലേ അല്ലാഹ്, കൊടുക്കല്ല തമ്പുരാനെ. സയ്യിദിനെ സ്നേഹിച്ചിട്ടാണ് ഈ മജ്ലിസ് സ്നേഹിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ആളുകൾ ഈ മജ്ലിസിനെ സ്നേഹിക്കുന്ന തമ്പുരാനെ. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ ഞങ്ങളൊരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ കൊടുക്കല്ല തമ്പുരാനെ.
തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആഖിറത്തിൻ്റെ കാര്യമാണ് തമ്പുരാനെ. ഞങ്ങളൊരു ദിവസം ഞങ്ങൾ മരിക്കും അല്ലാഹുവേ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരകപ്പെടും, മൂക്കിൽ പഞ്ഞി തിരകപ്പെടും തമ്പുരാനെ. ആ സമയത്ത് മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്. ആ സമയത്ത് മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ തമ്പുരാൻ. ആ സമയത്ത് മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഊരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. അല്ലാഹുവേ, ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ തമ്പുരാനെ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. മലാക്കന്മാരുടെ സഹായമുള്ള ഖബറാക്കി ഞങ്ങളെ ഖബറിനെ നീ മാറ്റണേ അല്ലാഹ്, നീ മാറ്റണേ തമ്പുരാനെ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിഖായിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണ് കൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഹുദവി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം അവകാശമില്ല തമ്പുരാനെ. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇത്തരം മജ്ലിസുകളിൽ പങ്കെടുത്തതിൻ്റെ കാരണത്താൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ, അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ കൂടെ കൂടിയതിൻ്റെ കാരണത്താൽ, ആലിമീങ്ങളെ സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവിന്റെ സംഭാവനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സെറ്റിംഗ്സിനും ഈ കാര്യത്തിനും വേണ്ടിയൊക്കെയാണ് അവർ സംഭാവന ചെയ്ത തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഈ മജ്ലിസ് കാണുന്നവരെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്, നീ കൊയക്കല തമ്പുരാനെ, നീ ബുദ്ധിമുട്ടിലായിത്തല്ല അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.